ഹലോ, നമുക്കിന്ന് തേങ്ങ അരച്ച നല്ല കിടിലൻ മീൻകറി ഒന്ന് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ മീൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പൂമീനാണ്. അപ്പോൾ ഏത് മീനാണെങ്കിലും കുഴപ്പമില്ല ഇത് തയ്യാറാക്കാനായിട്ട്. ഞാനിവിടെ ഇത് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേങ്ങയാണ്. അപ്പോൾ ഒരു 1.5 കപ്പ് തേങ്ങ, അരമുറി ഫുള്ള് വേണ്ട. പിന്നെ ഇതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ 1 സ്പൂൺ സാദാ എരിവുള്ള മുളക് പൊടിയും പിന്നെ 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. ഇനി 1 സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു 1/4 സ്പൂണോളം ഉലുവ പൊടിച്ചെടുത്താണ്, അതും കൂടി ചേർക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കുമ്പം തരിതരിപ്പൊന്നും ഉണ്ടാകാൻ പാടില്ല. നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീൻകറി തയ്യാറാക്കാം. അപ്പോൾ അതേ ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് കേട്ടോ കറിക്ക് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുഞ്ഞുള്ളി ചേർക്കാം. അപ്പം ഞാനൊരു 6-7 കുഞ്ഞുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ് ചേർത്തത്. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3 പച്ചമുളക് ഇതുപോലെ മുറിച്ചതും കൂടി ചേർക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും കൂടി ചേർക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയാണ് ചേർക്കുന്നത്. അപ്പോൾ തേങ്ങ ചേർക്കാം. ഇനി പാകത്തിനുള്ള വെള്ളം ചേർക്കണം. അപ്പോൾ നമ്മൾ തേങ്ങ അരച്ചിരിക്കുന്നതുകൊണ്ട് കറിക്ക് നല്ല കൊഴുപ്പുണ്ടാവും. അപ്പോൾ കുറച്ച് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് പുളി ചേർക്കണം. ഇപ്പോൾ ഒരു 3-4 കുടംപുളി അതൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിരിക്കുന്നതാണ്, അതും കൂടി ചേർക്കുക. ഇനി കുറച്ച് കറിവേപ്പിലയും പാകത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനും കൂടി ഇതിലേക്ക് ചേർക്കാം. കഷ്ണങ്ങളെല്ലാം ചേർത്ത ശേഷം ഒന്നും കൂടി ഒന്ന് ഇതുപോലെ തവി കൊണ്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് മതിയാവും. നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ പാകത്തിനാണോ എന്നൊന്ന് നോക്കണം. അതുപോലെ മീൻ വേവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തവി കൊണ്ട് ഇളക്കരുത്. ഇതുപോലെ പതിയെ ചുറ്റിച്ചു കൊടുക്കുക. തവി കൊണ്ടൊക്കെ ഇളക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റുള്ള മീൻ കറിയാണ്. കപ്പയുടെ കൂടെ, അപ്പത്തിൻ്റെയോ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.